അസ്സലാമു അലൈക്കും. മാന്യ സഹോദരന്മാരെ, മാന്യ തബ്ലീഗുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സുഹൃത്തുക്കളെ, ഇന്നത്തെ വിഷയം എനിക്ക് തബ്ലീഗ് ജമാഅത്തുമായിട്ട് ചില വിശദീകരണങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിൻ്റെ നിലപാട് മുന്നോട്ട് പോകുന്നുണ്ടോ, ആ ഒരു വിഷയമാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. അതായത് ഈ തബ്ലീഗ് ജമാഅത്ത് തുടക്കം കുറിക്കുന്നത് വടക്കേ ഇന്ത്യയിലാണ്. ഇല്ലാസ് റഹ്മത്തുള്ളാഹി അലൈഹി, കാങ്കോയി, അഷ്റഫ് അലി താൻവി, ഇങ്ങനെയൊക്കെയുള്ള പണ്ഡിതന്മാരായിരുന്നു അവർ ഏകദേശം വർഷങ്ങളോളായി തുടക്കം കുറിച്ചിട്ട് ആ പ്രവർത്തനങ്ങളാണിന്ന് ഇന്ത്യ രാജ്യത്തും മറ്റ് മറുനാടുകളിലും ഈ ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അവിടെ മുഖ്യ പ്രവർത്തനമാണ് അവരെ ക്ഷണിക്കുന്നതെങ്കിലും അവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ജമാഅത്തിന് പുറപ്പെടാ എന്നുള്ളത്. അത് 3 ദിവസം ജമാഅത്തുണ്ട്, 40 ദിവസം ജമാഅത്തുണ്ട്, 4 മാസം ജമാഅത്തുണ്ട്, വർഷങ്ങളോളം ജമാഅത്തുണ്ട്. അപ്പം ഈ ജമാഅത്തിൽ പോയി കഴിഞ്ഞാൽ ചില ഗുണങ്ങളുണ്ട്, ഗുണമില്ലാതെയില്ല. നമ്മൾ ഉള്ളത് പറയണമല്ലോ. ഇപ്പം സ്വാഭാവികമായിട്ട് ചില ആളുകൾ നമസ്കരിക്കാത്തവരുണ്ടാവും. അവരോട് നമ്മളിപ്പോഴും നമ്മൾ ക്ഷണിക്കുമ്പോൾ നമുക്ക് നമസ്കരിക്കാൻ പള്ളിയിൽ പോകാം. ക്ഷണിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ അവർ കുറഞ്ഞ ദിവസങ്ങളായിരിക്കും വരാം, പിന്നീട് വരില്ല. അങ്ങനെയാണ്. അതേ ജമാഅത്തിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ ആ ജമാഅത്തിൻ്റെ കൂടെ എപ്പോഴും അവർ പള്ളിയിലാണല്ലോ അവർ ക്യാമ്പ് അടിക്കല്. അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ശരിക്കൊരു പ്രാക്ടിക്കൽ കിട്ടും. അതായത് പള്ളിയിൽ അവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ എല്ലാ നമസ്കാരങ്ങളും തഹജ്ജുദുകളും എല്ലാം കിട്ടുമല്ലോ, സുന്നത്തുകളൊക്കെ കിട്ടുമല്ലോ. അതേ സമയത്ത് അവർ മജ്‌ലിസിലുണ്ടാവും. മജ്‌ലിസ് എന്ന് പറഞ്ഞാൽ ഫളായിൽ അമലാണ്. ഫളായിൽ അമൽ എന്ന് പറഞ്ഞാൽ വലിയർത്ഥം, അതായത് ഒരു ഗ്രന്ഥം, അതായത് നമസ്കാരത്തിൻ്റെ ഫളായിൽ, നോമ്പിൻ്റെ ഫളായിൽ, പിന്നെ സകാത്തിൻ്റെ ഫളായിൽ, പിന്നെ സ്വലാത്തിൻ്റെ ഫളായിൽ, ഇതെല്ലാമാണ് അതിൽ ഉണ്ടാവുക. ആ ഫളായിൽ അമൽ അവർ ഗ്രന്ഥം വായിക്കും. ഇപ്പോൾ ആ ഗ്രന്ഥം വടക്കേ ഇന്ത്യയിൽ വായിക്കുന്നില്ല എന്ന് കേട്ടത്. അത് ഇൻഷാ അല്ലാഹ്. മാത്രമല്ല അവർ വെളിയിൽ പോയിട്ട് ഓരോ ആളുകളെ കണ്ടിട്ട് അവർ ക്ഷണിക്കും. ഇന്നിവിടെ ജമാഅത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും വേണം. അതിൻ്റെ സമയത്താണ് കൂടുതൽ ഭക്ഷണം. അപ്പം അതിനെ കൊണ്ട് എന്തുണ്ട്, ഒരു പ്രചോദനം ജനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ഉള്ള വിഷയം കൊണ്ട് എന്താകുന്നു, പ്രാക്ടിക്കലായിട്ട് വരുന്നു. അപ്പം ഒരു ഹാബിറ്റ്. അതാണ് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ ചില ആളുകൾ വളരെയധികം കുറ്റങ്ങളൊക്കെ ചെയ്യുന്നവർ മാറി ചിന്തിച്ചിട്ടുമുണ്ട്. അപ്പം മാറി ചിന്തിച്ചാൽ അപകടം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാൻ ഇൻഷാ അല്ലാഹ്. അപ്പം ഈ ഫളായിൽ അമാൽ എന്ന് പറയുന്ന സംഭവം അതാണ് നമ്മുടെ മനസ്സിലാക്കേണ്ടത്. ഫളായിൽ അമാലിൽ പല അബദ്ധങ്ങളുണ്ട്. കേൾക്കുന്നത് ഫളായിൽ അമൽക്ക് വായിക്കുന്നില്ല, അത് മറ്റെന്തെല്ലോ ഹദീസ് ഗ്രന്ഥമാണ് വായിക്കുന്നതെന്ന് കേൾക്കുന്നത്. അതത്ര പ്രായോഗികമാണെന്ന് അറിയില്ല. പക്ഷെ നമ്മളെ പടനിയിൽ ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഫളായിൽ അമലാണ് വായിക്കുന്നതെന്ന് എന്നോടൊരു വ്യക്തി സുഹൃത്തിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫളായിൽ അമലിൽ ഉള്ള ദോഷങ്ങളെന്ന് പറഞ്ഞാൽ അതായത് ഫളായിൽ അമൽ എഴുതിയത് മൗലാന സക്കരിയാണ്. അദ്ദേഹത്തോട് ഡോക്ടർ മുമ്പേ വരച്ചിരിക്കുന്നു, നിങ്ങൾ ഇനി എഴുതാൻ പാടില്ല. പക്ഷേ അദ്ദേഹം അത് കൂട്ടാക്കാതെ എഴുതിയിൽ അത് എന്തൊക്കെ സംഭവിച്ചു, ഖുർആനും സയ്യാദീസിനും വിരുദ്ധമായിട്ടുള്ള വിഷയങ്ങളെല്ലാം അതിൽ കടന്നുകൂടി. അതായത് അതിൽ പറഞ്ഞ നമസ്കാരത്തെ പറ്റി അതായത് വക്ത് നമാസ് ഖദാ കർ ദേവേ 2,88,000
അല്ലാ സാൽ ജഹന്നമ ഡാലാ ജായക. അപ്പം 2888 888 തോന്നുന്നത്, കൃത്യമായ കണക്കൊന്നും ഓർമ്മയില്ല. ജഹന്നമ ഡാലാ ജായക. പക്ഷെ അങ്ങനെ ഒരു ഹദീസിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല. പിന്നീട് അതിൽ കാണാൻ സാധിച്ചു, ഒരു ഉമ്മയും മകനും ഹജ്ജിന് പുറപ്പെട്ടു. അങ്ങനെ വയറ്റിൻ്റെ അസുഖം വന്നു, വയറ് വീർത്തു. ഒരാൾ വന്നിട്ട് തടയി. അപ്പോൾ സുഖപ്പെട്ടു. ഇപ്പോൾ ചോദ്യങ്ങൾ ആരാണ്? ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പല അബദ്ധങ്ങളും അതിലുണ്ട്. ഇല്ല പല അബദ്ധങ്ങളും. അത് ഞാൻ എന്ത് ചെയ്തു, ഒരു കോപ്പിയാക്കിയിട്ട് എടുത്ത് അതിലുള്ള ചില അബദ്ധങ്ങൾ കൊണ്ടുവരുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ പീഡിയൻ്റെ അടുത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി 2 പണ്ഡിതന്മാരുണ്ടായിരുന്നു. അത് ഞാൻ അവർക്ക് ഇതിൻ്റെ വിശദീകരണം കൊണ്ടുകൊടുത്ത സമയത്ത് അവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇതിൻ്റെ വിശദീകരണം ചോദിക്കാൻ പറ്റും, അത് ഞങ്ങളിൽ നിന്ന് കാണാല എന്ന് പറഞ്ഞു. പിന്നീട് അവരുമായിട്ട് ഞാൻ ഏകദേശം 4 ദിവസം ചർച്ച. 4 ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ അസർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാവും. 1 മണിക്കൂർ 4 മണിക്കൂർ നേരം സംസാരിച്ചു. അവരോട് പല വിഷയങ്ങളും ഞാൻ ഇത് തബ്ലീഗ് അബദ്ധങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ സംസാരിച്ചു. പിന്നീട് അവരെനിക്ക് തന്ന മറുപടി ഒന്നും പ്രമാണമായി ബന്ധപ്പെട്ടുള്ള മറുപടികളായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ പിന്നെ പള്ളിയിൽ പോക്കും നിസ്കരിക്കും ഇല്ല, ഞാൻ നിസ്കരിക്കില്ല. അതാണ് കാരണം. എന്ന് പറഞ്ഞാൽ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ പല വിഷയങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഈ മഖാമിൽ പോകാൻ പറ്റുമോ? ആ മഖാമിൽ പോകാം. അവിടെ ശിർക്കിൻ്റെ കോട്ടയാണ്. ആരുടെ മഖാമാണ്? ഏത് വലിയ മാനസിക രോഗികളെ പിടിച്ച് പിന്നെ മഖാമാക്കുന്ന മഖാമല്ലേ നമ്മുടെ ലോകത്തിൻ്റെ നാവാസിയുള്ളത്, കേരളക്കരയിലും. അപ്പോൾ അവർ പോകാം. അപ്പം ഞാനത് അപ്പം അവിടെ പോകാമെന്ന് പറയുന്നത് സിയാറത്ത് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ സിയാറത്ത് ഉദ്ദേശിച്ച് കൊണ്ട് പോകുന്നതിൽ വിരോധമില്ലാന്ന്. സിയാറത്ത് ഉദ്ദേശിച്ച് ഈ ഒറ്റ മഖാമിലുള്ള സ്ഥലത്ത് പോകാൻ പാടില്ല. അതായത് സിയാറത്ത് പോകേണ്ടത് പിന്നെ കബർ കൂടുതലുള്ള കബറുകളെ സിയാറത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സുന്നത്താക്കി. ഒറ്റ അങ്ങനെ ഒരു സന്ദർശനം പാടില്ലല്ലോ, അതൊരു വിഷയം. അങ്ങനെ മാത്രമല്ല, അവരുടെ പിന്നെ പടച്ചതമ്പുരാൻ അള്ളാഹു ഹർ ജഗപ്പെ, അതായത് അള്ളാഹു എല്ലാ സ്ഥലത്തുമുണ്ട്. അപ്പോൾ അള്ളാഹു ഖുർആനിൽ പറയുന്നത് അർ-റഹ്മാൻ അർശിൽ ഇസ്തവ, അള്ളാഹു അർശിൻ്റെ മുകളിലാണെന്നാണ് അള്ളാഹു ഖുർആനിൽ പറയുന്നത്. സൂറത്ത് താഹ 5 പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ മറ്റു പല അബദ്ധങ്ങളുണ്ട്. അർശിൻ്റെ മുകളിലാണ്. പിന്നീട് അവർ ഒരു ഹദീസുണ്ട്, ലഹീഫായ ഹദീസ്, ലൗലാഖ ലൗലാഖം മാ ഖലഖ്ത ലൗലാഖ എന്നുള്ള ഒരു ഹദീസുണ്ട്. പ്രവാചകനെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എങ്കിൽ ലോകം ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. അപ്പോൾ എന്താ മനസ്സിലായി? പ്രവാചകന് വേണ്ടിയാണ് ലോകം സൃഷ്ടിച്ചത്. അതാണ് വടക്കേ ഇന്ത്യയിൽ പിന്നെ ബറേൽവിക്കാർ പറയുന്നത്, अल्लाह के पल्ले में क्या है, सिर्फ वैदान नसीबा, मुझे कुछ भी लेना है उर्दू से लेना है എന്നാണ് എന്താ പറയുന്നത്? അള്ളാഹിൻ്റെ അടുത്ത് എന്താ ഉള്ളത്? ഏകത്വം മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തോ മേടിക്കാറുള്ളത് നബിയോട് മേടിക്കണം. ഇതാണ് ഇവരുടെ ഈ കാര്യത്തിൽ നിലപാട്. അപ്പം പിന്നീട് ഹലാല എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട്. ഹലാല എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളക്കരയിലുണ്ടല്ലോ ആ നിലപാട്. ടെമ്പററി കല്യാണം, 3 തലാഖ് ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടെടുക്കാൻ പറ്റില്ല. ആ 3 തലാഖിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരണം വേറെയുണ്ട്. പക്ഷെ അത് ടെമ്പററി കല്യാണം, രാത്രിക്ക് രാത്രി. അതൊക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഒരാൾ തലാഖ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ വീണ്ടെടുക്കണമെങ്കിൽ 3 തലാഖ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു ടെമ്പററി കല്യാണം കഴിച്ച് ഒറ്റ രാത്രിക്ക് ഒരാണുങ്ങൾ കണ്ടെത്തിയിട്ട് എന്നിട്ട് പിറ്റേന്ന് തലാഖ് കൊടുത്തിട്ട് വീണ്ടും ആ ആദ്യത്തെ ഭർത്താവിനെ കൊണ്ട് കല്യാണം വീണ്ടെടുക്കാമെന്നുള്ള നിലപാടുണ്ട്. അത് അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി വിട്ടുതരാം.
അപ്പോൾ ആ ഒരു നിലപാടും കൂടി ഇതേ വടക്കേ ഇന്ത്യയിൽ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിട്ട് അത് അവർക്ക് ഈ നിലപാടുമുണ്ട്. മാത്രമല്ല ഇവർ ശിർക്ക് നമ്മൾ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും ഷിയാക്കൾ വരുന്ന എവിടെയെല്ലാം ഷിയാക്കളുണ്ട്, നമ്മൾ കേരളത്തിലും മുസ്ലിയാക്കന്മാർ ഷിയാക്കളാണല്ലോ, അങ്ങനെ എവിടെയെല്ലാം ലോകത്തിൽ ഷിയാക്കളുണ്ട്, കബറാരാധകൾ, അവർക്കൊക്കെ ദഅവത്ത് ചെയ്യണ്ടേ? അതില്ല. അവർക്ക് ദഅവത്ത് ചെയ്യണ്ടേ? അതല്ലേ കാര്യമായ ദഅവത്ത്. അല്ലാഹുവിൻ്റെ റസൂല് 13 വർഷക്കാലം അതിനു വേണ്ടിയുള്ള ത്യാഗം ചെയ്തത്. പിന്നീടല്ല മറ്റ് ആരാധന കർമ്മങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തത്. ഇവിടെ അതൊക്കെ വിഷയം കൂടുതൽ പോകുന്ന കുറേ സമയം കൂടി വരും. അപ്പോൾ ആ ഒരു ദഅവത്തിൻ്റെ മേഖല അവർ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് ആരാധനക്കാർ അല്ലാഹ് മാത്രം, ഒരു ഇലാഹുമില്ല അല്ലാഹു അല്ലാതെ. അപ്പം എന്ന് പറയുമ്പോൾ അതിൻ്റെ തൗഹീദ് റുബൂബിയ്യ, തൗഹീദ് ഉലൂഹിയ്യ, തൗഹീദ് അസ്മാഉ സിഫാത്ത് 3 ഘടകങ്ങളുണ്ടല്ലോ. അതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചാൽ വർഷങ്ങളോട് സമയം വേണ്ടിവരും. തൗഹീദ് റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ ലോകം, ആകാശഗോളങ്ങൾ, ഭൂമിയെല്ലാം സൃഷ്ടി പരിപാലനം ചെയ്യുന്ന റബ്ബ് റുബൂബിയ്യ, അത് അവർ കുറച്ചൊക്കെ പറയാറുണ്ട്. ഉലൂഹിയ്യ എന്ന് പറയുന്നത്, അതായത് അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നുള്ള മേഖല അവർ പറയാറില്ല. അതേപോലെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, ഗുണവിശേഷങ്ങൾ, അത് മറ്റ് സൃഷ്ടികളിലേക്ക് ഇന്ന് കൊടുക്കുന്ന അവസ്ഥയാണല്ലോ, അതിൻ്റെ വിശദീകരണം പറയാനില്ല. അപ്പോൾ അവരോട് അത് ചോദിക്കുന്ന സമയത്ത് അവരെന്താ മറുപടി പറയാം? ജബ് ഉജാല ജായക അന്തേര ചലാ ജായക എന്ന് പറഞ്ഞാൽ വെളിച്ചം വരുമ്പോൾ ഇരുട്ടങ്ങോട്ട് പോകും ഓട്ടോമാറ്റിക്. അങ്ങനെ ഓട്ടോമാറ്റിക് അങ്ങനെ ഇസ്ലാമിൽ ദീൻ അങ്ങനെ ഉണ്ടാ. ഇങ്ങനെയാണെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം അള്ളാഹുവിൻ്റെ റസൂല് 13 വർഷക്കാലം ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ടത്. അങ്ങനെ 23 മക്ക എന്ന സമയത്ത് എന്താണ് മക്കം അത്രയും ത്യാഗത്തിന് ചീറ്റുകൾ മുങ്ങൽ കുടിച്ചതിന് ശേഷമല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കമ്പത്തായി കൊടുത്തത്. ഇഷ്ടമാത്രം ത്യാഗം ചെയ്ത് വക്കുൽ ബാത്തിൽ ഇന്നൽ ബാത്തിലൊക്കെ എന്നുള്ള ആ തന്നെ ഇല്ലേ? അപ്പം എത്രമാത്രം കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ഹക്ക് വരുമ്പം ബാത്തിൽ അങ്ങോട്ട് പോകില്ല, അത് പറയേണ്ട വിഷയമില്ലല്ലോ. പക്ഷെ അത് ഓട്ടോമാറ്റിക് എങ്ങനെ പോകും? തബ്ലീഗുകാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ ഓട്ടോമാറ്റിക് പോകുന്നൊരു സമ്പ്രദായം ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നില്ലല്ലോ. നിങ്ങളെല്ലാവരും നന്നായി നിങ്ങൾ ശരിക്ക് ചെയ്യാതെ ജീവിച്ചോളാം, അപ്പോൾ നമുക്ക് എല്ലാവരും ഇങ്ങോട്ടേക്ക്, അങ്ങനെ ഒരു നിലപാടില്ല. അതായത് ദഅവത്ത് ഇതിൻ്റെ വഴി ശരിക്ക് ഏത് കാര്യത്തിലാണെന്നാലും ആരാധന കർമ്മങ്ങളിൽ ദഅവത്ത് നിർബന്ധം. അത് നിങ്ങൾ സാധാരണ അവരെന്നെ ഒന്നായിട്ടാണ് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹി എന്നുള്ള ആയത്ത് സബലിയാർ ഓതാറുണ്ട്. നിങ്ങൾ ഉത്തമ സമുദായമാണ്, നിങ്ങൾ നന്മയെ ഉപദേശിക്കും, നിങ്ങൾ തിന്മയെ തടയുകയും ചെയ്യണം, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും എന്നുള്ള ആയത്ത് അവർ ഓതാറുമുണ്ട്. പിന്നെ നമ്മൾ തിന്മയെ തടഞ്ഞുകൊണ്ട് നന്മയെ ഉപദേശിക്കണ്ടേ? അതെന്താ അവിടെ മാറി ചിന്തിക്കുന്നത്? വെറും ജമാഅത്തിലേക്ക് പോകാൻ മാത്രം വിളിച്ചാൽ മതിയാവുമോ? അതുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. അതാണ് ഇവിടെ പോരായ്മകൾ. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്, ചില ആളുകൾ ഇന്നും നേർച്ചമാല മൗലൂദ് തബ്ലീഗുകാർ ഉണ്ട്. മഖാമിൽ പോകാൻ ഏതായാലും അനുവാദം കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഠനയിലും തബ്ലീഗിൽപ്പെട്ട ആളുകളും നേർച്ചമാല മൗലൂദ് കഴിച്ചവരുണ്ട്, ഇല്ല. ചില കാസർഗോഡ് ഭാഗത്തൊക്കെ നേർച്ചമാല പങ്കെടുക്കുന്നത് എന്തുകൊണ്ട്? ഈ പറയുന്ന തൗഹീദ് പറയുന്നില്ല, തൗഹീദ് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ ജമാഅത്ത് തബ്ലീഗിന് പോയി 4 മാസം പോയി, 40 ദിവസം പോയി, എന്താ? പക്ഷെ ഇതിന് മാറ്റം വരെ തൗഹീദിലേക്ക് വരണ്ടേ? തൗഹീദ് നമ്മൾക്ക് ഇല്ലെങ്കിൽ, ശിർക്ക് ഇല്ലെങ്കിൽ ഒരമൽ അല്ലാഹ് സ്വീകരിക്കില്ലല്ലോ. അവർ കാര്യമായ അബദ്ധങ്ങൾ അവരിലുണ്ട്. പിന്നീട് ഞാൻ മുകളിൽ പറഞ്ഞല്ലോ, ഞാൻ പണ്ഡിതന്മാരായിട്ട് സംസാരം നടന്നു എന്നുള്ളത്. അത് ഉറുദു പണ്ഡിതന്മാരാണ്. പിന്നീട് തബ്ലീഗിൽപ്പെട്ട് എല്ലാവരും നേർച്ചമാല മൗലൂദ് കഴിക്കുന്നില്ല. ചിലർക്കാണ് ഞാൻ പറഞ്ഞു. പക്ഷേ ചില ആളുകൾ നേർച്ചമാല കഴിക്കാത്തവരുമുണ്ട്.
മറ്റ് ഞാൻ മുകളിൽ കുറച്ച് അവരുടെ അതായിരിക്കുന്ന അബദ്ധങ്ങൾ, പ്രമാണവിരുദ്ധമായ അബദ്ധങ്ങൾ ഞാൻ വിശദീകരിച്ചല്ലോ. അതും ചിലവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. എത്രമാത്രം അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതും പറയാൻ പറ്റുകയില്ല. പിന്നീട് മഹ്ഫൂദാത്ത് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്, ഉറുദു കിതാബ്. അതിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് അവർ അതിൽ എഴുതിയിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഓർക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കഴുതയോ കാളയോ ഓർത്താൽ പോലും പ്രവാചകനെ ഓർക്കാൻ പാടില്ല. അതതിന് ചില ന്യായീകരണം കണ്ടെത്തുന്നത് ബറേൽവിക്കാർ അവർ ശേഖന്മാരെ നമസ്കാര സമയത്ത് കൊണ്ടുവരുന്ന ധാരണ മുമ്പുണ്ടായിരുന്നു. അത് കേൾക്കുന്നു. അത് അടിസ്ഥാനപരമായിട്ട് അത് ശരിയോ തെറ്റോന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ കേൾക്കുന്നു. അങ്ങനെ ആയിരിക്കുമോ അവരങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അർത്ഥത്തിൽ അതായത് ഇപ്പം പ്രവാചകന് ഓർമ്മ വന്നു കഴിഞ്ഞാൽ അത് തന്നെ ആ പ്രവാചകനിൽ തന്നെ എപ്പോഴും ഊന്നി നിൽക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നമസ്കാരത്തിൽ അള്ളാഹുവിനെയാണല്ലോ ഓർക്കേണ്ടത്. പക്ഷെ അത് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് കഴുതിയോ കളയോ പറഞ്ഞു കിട്ടുക. അവർ കഴുതിയോ കളയാകുമ്പോഴെന്താവും, അവർക്കത് മാറി ചിന്തിക്കും. പക്ഷെ അത് ശരിയല്ല. സംസാരം ആ മഹ്ഫൂദാലെ കൊടുത്തത് അത് ശരിയല്ല. കാരണം എന്തുകൊണ്ട്? ജനങ്ങൾ പ്രകോപന രീതി ഉണ്ടാക്കുന്ന സംസാരമാണത്. അപ്പം അത് യഥാർത്ഥത്തിൽ ശരിയല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഇവർ തബ്ലീഗ് ജമാഅത്തിൽ ഇപ്പം ഇവരുടെ ദല്ലി മർക്കസ് അവിടെ ഇപ്പം 2 വിഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് താരിഖ് ജമീൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് കുറച്ച് തൗഹീദിൻ്റെ അടിസ്ഥാനപരമായിട്ട് സംസാരിക്കുന്ന ഒരു നിലപാടാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് അതേ സമയത്ത് ഗുജറാത്തികൾ വേറെ വിഭാഗം. അത് താരിഖ് ജമീലിൻ്റെ ആളല്ല. ഗുജറാത്തികളുടെ നിലപാട് വേറെ 2 വിഭാഗമായി മാറി, വേറൊരു സംഘടനയായി മാറി. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ തബ്ലീഗിനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ ഇവർക്ക് മനസ്സിലാക്കിയിട്ട് വരുന്നവരും ഉണ്ട് എന്ന് അർത്ഥം. താരിഖ് ജമീൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പണ്ഡിതനെ കുറച്ച് തൗഹീദിൻ്റെ വിഷയങ്ങളൊക്കെ സംസാരിക്കാറുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു നിലപാടിലാണ് ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ നിലപാട്. അപ്പം അതാണ് നമ്മളിവിടെ ദഅവത്തിൻ്റെ മേഖലകളിൽ ആരായിരുന്നാലും ഏത് സംഘടന ആയിരുന്നാലും ഷഹാദത്ത്, അതായത് തൗഹീദ് പറയണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനും അത് പ്രബോധനം ചെയ്യണം. അതാണ് മെയിൻ. അതാണ് പ്രവാചകൻ 13 വർഷം ആദ്യമായിട്ട് ത്യാഗം ചെയ്തത്. അപ്പം നമ്മളിവിടെ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമ എന്താ പറഞ്ഞത്? പ്രവാചകരെ, നിങ്ങൾ മദ്യം മദ്രാശിയുമാണ് തടയുന്നതിന് ഞങ്ങൾക്കൊരു മാറ്റമുണ്ടാവില്ല. അതേ സമയത്ത് നിങ്ങൾ പടച്ച തമ്പുരാനാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അതിൻ്റെ പേരിലാണ് ഇത്രയും മാറ്റത്തിന് സംഭവം നടന്നത്. അതുകൊണ്ട് എല്ലാവരും തൗഹീദ് വിശ്വാസികളായിട്ട് മാറണം. അതിൻ്റെ പ്രബോധകരായിട്ട് ആദ്യമായിട്ട് മാറണം. അതിനോടൊപ്പം തന്നെ മറ്റ് ആരാധന കർമ്മങ്ങളിൽ നമ്മൾ പ്രബോധനം ചെയ്യണം എന്നല്ല. വെറും തൗഹീദ് മാത്രം പറഞ്ഞാൽ പോരാ. ആരാധന കർമ്മങ്ങളിൽ എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ട പാടില്ല എന്നുള്ളതൊക്കെ വിശദീകരണം കൊടുക്കണം. ആട്ടെ, ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സത്യം മനസ്സിലാക്കാതെ തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.